അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക് പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, വിഷമങ്ങൾ അകറ്റി തരട്ടെ, ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങൾക്കും അല്ലാഹു പരിഹാരം നൽകട്ടെ. പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾക്ക് ഒരു പ്രവാചകനെ പരിചയപ്പെടാം. ഈ പ്രവാചകന്റെ പേരിൽ നാം ഫാത്തിഹ ഓതിയാൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുമെന്ന് വലിയ ആരിഫീങ്ങൾ, ഉസ്താദുമാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, വഫാത്തായിട്ട് 800 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പ്രവാചകനെ അനുയായികൾ മറവ് ചെയ്തത് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും കാലം ശരീരത്തിന് ഒരു കുഴപ്പവും വരാതെ, ഒരു ജീർണതയും സംഭവിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ചിട്ടുണ്ട്. അതാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും സജ്ജനങ്ങളുടെയും ശരീരം മണ്ണ് തിന്നുകയില്ല, അതുപോലെ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിന് യാതൊരുവിധ കുഴപ്പവും സംഭവിക്കുകയില്ല എന്നുള്ളത് ഇരിക്കട്ടെ. ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. ഈ പറയാൻ പോകുന്ന നബിയുടെ പേരിൽ നമ്മൾ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ഒന്നാമത്തെ ഗുണം, ഭക്ഷണത്തിൽ ബറക്കത്ത് ലഭിക്കുമെന്നുള്ളതാണ്. ഈ നബിയുടെ പേര് ദാനിയാൽ നബി അലൈഹിസ്സലാം എന്നുള്ളതാണ്. അപ്പോൾ ദാനിയാൽ നബിയുടെ പേരിൽ നാം ഫാത്തിഹ ഓതുക. ഫാത്തിഹ ഓതിയതിനു ശേഷം അള്ളാഹുവിനോട് പറയണം, അള്ളാഹുവേ, ദാനിയാൽ നബിയുടെ ബറക്കത്ത് കൊണ്ട്, ഞാൻ ഈ ഓതിയ ഫാത്തിഹ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഭക്ഷണത്തിൽ വിശാല നൽകണേ അല്ലാ, ദാരിദ്ര്യത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. ഇൻഷാ അല്ലാ ഈ പ്രവാചകന്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നല്ല നല്ല സ്വപ്നങ്ങൾ കാണാൻ ഈ ഫാത്തിഹ നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ്. ഉറങ്ങുന്നതിന്റെ മുമ്പ് ദാനിയാൽ നബിയുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതി കിടക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏതേത് പ്രയാസങ്ങളിൽ നിന്നും, ഏതേത് ബുദ്ധിമുട്ടുകളിൽ നിന്നും, ടെൻഷനുകളിൽ നിന്നും നമ്മൾക്ക് മോചനം ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ദാനിയാൽ നബി അലൈഹിസ്സലാമിന്റെ പേരിൽ ഫാത്തിഹ എല്ലാ ദിവസവും പാരായണം ചെയ്യുക. അതുപോലെ ഒരുപാട് ആളുകൾ പറയുന്ന വലിയ ഒരു സങ്കടമാണ് ഉസ്താദെ, ശത്രുദോഷമാണ്, ശത്രുക്കളെ ഭയമാണ്, എവിടെ നോക്കിയാലും ശത്രുക്കളാണ്, ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണെന്നുള്ളത്. എന്നാൽ ശത്രുക്കളിൽ നിന്ന് മോചനം ലഭിക്കാൻ, രക്ഷ ലഭിക്കാനും ദാനിയാൽ നബി അലൈഹിസ്സലാമിന്റെ പേരിൽ ഫാത്തിഹ ഓതാനുള്ള മനസ്സ് നാം കാണിക്കുക. അതുപോലെ തന്നെ കടങ്ങൾ വീടാൻ ദാനിയാൽ നബിയുടെ പേരിൽ നമ്മൾക്ക് ഫാത്തിഹ ഓതാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദാനിയാൽ നബിയുടെ ബറക്കത്ത് കൊണ്ട് എല്ലാ പ്രയാസങ്ങളും അകറ്റി തരട്ടെ. ഇൻഷാ അല്ലാഹ് ദാനിയാൽ നബിയുടെ പേരിൽ നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഫാത്തിഹ ഓതി നമ്മളെ ക്ലാസ് അവസാനിപ്പിക്കാം. വൈലാ ഹളറത്തി ദാനിയാൽ നബി അലൈഹിസ്സലാം അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. അല്ലാഹുവേ, ഞങ്ങൾ ഈ ഓതിയ ഫാത്തിഹ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ദാനിയാൽ നബിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഭക്ഷണത്തിൽ വിശാല നൽകണേ അല്ലാ. നല്ല നല്ല സ്വപ്നങ്ങൾ കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളെ തൊട്ടും ബുദ്ധിമുട്ടുകളെ തൊട്ടും പ്രതിസന്ധികളെ തൊട്ടും ഞങ്ങളെ കാക്കണേ അല്ലാ. ശത്രുക്കളിൽ നിന്ന് രക്ഷ നൽകണേ അല്ലാ. കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും രക്ഷ നൽകണേ അല്ലാ. മക്കളിലും കുടുംബത്തിലൊക്കെ വലിയ ബറക്കത്ത് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാഹ് നമ്മളെ ഈ ക്ലാസ് എല്ലാവർക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ കാരണം ഒരാൾ ദാനിയാൽ നബിയുടെ പേരിൽ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ അവർ ഓതിയതിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.